മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनमते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹരാശൂരിതം സ്പെംബികേ. ദേവീമാഹാത്മ്യം തുടരുകയാണ്. ഭഗവതിയുടെ അംബികയുടെ ഫാലത്തിൽ നിന്ന് കാളി പുറത്തു വന്നു എന്ന് പറഞ്ഞു. ആ കാളിയുടെ വർണ്ണനയാണ് കഴിഞ്ഞത്. ആദ്യം തന്നെ വന്നു കഴിഞ്ഞ് തൻ്റെ എതിരെ വന്നതായിട്ടുള്ള സൈന്യങ്ങളെ മുഴുവനെ കുറേ പേരെ വായിലിക്കിട്ടു എന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ അവരെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ മുഖേ ചിക്ഷേപ, മുഖത്തിലേക്ക് എറിഞ്ഞു. ആരെയാണ് പിന്നെ എറിഞ്ഞത്? ആനയെ അങ്ങനെ മുഖത്തേക്ക് എറിഞ്ഞു, വായിലേക്ക് എറിഞ്ഞു എന്നാണ്. ആനക്കാരൻ തോട്ടി പിന്നെ ആനയടുത്ത് പുറത്തിരുന്ന് യുദ്ധം ചെയ്യാനായിട്ട് വന്നതായിട്ടുള്ള അസുരൻ എല്ലാവരെയും ഒന്നിച്ച് അതിൻ്റെ ആനയുടെ മണികളും ഒക്കെ കൂടി ഒന്നിച്ച് വായിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു. ഇനിയും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ സൈന്യങ്ങളെ വധിച്ചത് കാളി എന്നാണ് ഇനി പറയണത്. തഥൈവ യൗഥതുരഗൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഃ ചർവയത്യതിഭൈരവം. തഥായേവ, അപ്രകാരം തന്നെ ആനയെയും അതുമാതിരിയുള്ളതായിട്ടുള്ള സൈന്യത്തെയും ഒക്കെ ഓരോരുത്തരെയായിട്ട് കുറേ ഭക്ഷിച്ചു അങ്ങോട്ട് എന്ന്. അതിനുശേഷം തഥായേവ, പ്രകാരം തന്നെ, തഥായേവ യൗഥതുരഗൈഃ, യോധന്മാരെ തുരകങ്ങളോട് കൂടിയിട്ട്, രഥം സാരഥിനാ സഹ, യൗധന്മാരോടും തുരകങ്ങളോടും സാരഥിയോടും രഥിയോടും ഒക്കെ കൂടിയിട്ട്, അതായത് രഥവും രഥിയും, രഥത്തിൽ വന്ന് യുദ്ധം ചെയ്യണ ആള് സാരഥി, പിന്നെ അതുമാതിരി കുതിരകൾ എല്ലാറ്റിനെയും കൂടി വായിലേക്കാക്കിയിട്ട് അത് ചവച്ചും കൊണ്ടിരുന്നു എന്നാണ്. സാരഥിനാ സഹ തഥൈവ യൗഥതുരഗൈഃ, യുദ്ധത്തിന് യൗധന്മാരെ വെച്ചാൽ യുദ്ധം ചെയ്യണ ആള്, തുരകങ്ങൾ അശ്വങ്ങൾ, അതിൻ്റെ രഥത്തിനെയും സാരഥിയോട് കൂടി എല്ലാവരെയും കൂടിയിട്ട് നിക്ഷിപ്യ വക്ത്രത്തിലേക്കിട്ടു, തൻ്റെ വായിലേക്ക് എറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദശനൈഃ ചർവയതി അതിഭൈരവം വളരെ ഭീകരമായിട്ടുള്ള വിധത്തിൽ ആ വായിലേക്കിട്ടിട്ട് അതിങ്ങനെ ചവച്ചും കൊണ്ടിരുന്നു എന്നാണ്. അതിഭൈരവം ചർവയതി ലെട്ടാണ്, പക്ഷേ അത് ചർവയതി സ്മ, ഭക്ഷിച്ചു എന്നുള്ള ചവച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ചർവയതി അതിഭൈരവമായിട്ട് വളരെ ഭീകരമായിട്ടുള്ള വിധത്തിൽ അത് ചവച്ചും കൊണ്ടിരുന്നു എന്നാണ്. ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമഥ ചാപരം പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യമബോധയത്. ഇങ്ങനെ ഓരോ തരത്തിൽ ആണ് അസുരന്മാരെ കൊന്നതെന്ന് പറയാണ്. ഏകം ജഗ്രാഹ കേശേഷു, ഒരാളെ കഴുത്തിൽ പിടിച്ചു വലിച്ചു. കേശേഷു തലമുടിയിൽ, സോറി ഏകം ജഗ്രാഹ കേശേഷു, തലമുടി പിടിച്ചു വലിച്ചു ഒരാളെ. ഗ്രീവായാം അഥ ചാപരം, വേറൊരാളെ കഴുത്തിൽ. ഗ്രീവായാം അഥ ചാപരം, അഥ അപരം മറ്റൊരാളെ ഗ്രീവായാം കഴുത്തിൽ. ഇനി പാദേന ആക്രമ്യ അന്യം വേറൊരാളെ പാദം കൊണ്ട്, കാലുകൊണ്ട് ചവിട്ടി എന്നാണ്. പാദേന ആക്രമ്യ ചൈവ ച ഏവ അന്യം, പാദേന ആക്രമ്യ ച ഏവ അന്യം എന്നാണ് പദം മുറിക്കുമ്പോൾ. അന്യം പാദേന ആക്രമ്യ ച, മറ്റൊരാളെ പാദം കൊണ്ട് ആക്രമിച്ചിട്ടും. ഉരസാ അന്യം അബോധയത്, അന്യം വേറൊരാളെ ഉരസാ തൻ്റെ മാറുകൊണ്ട് മാറുകൊണ്ട് ഇടിച്ചു എന്നാണ്. ഉരസുകൊണ്ട് ഇടിച്ചു എന്നാണ്. ഉരസാ അന്യം അബോധയത്, അങ്ങനെ വേറൊരാളെ ഉരസുകൊണ്ട് പൊടിയാക്കി എന്നുള്ളതാണ്. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി മഹാസുരൈഃ മുഖേന ജഗ്രാഹരുഷാ ദശനൈർമഥിതന്യപി. തൈർമുക്താനി ശസ്ത്രാണി, ഇനി ആ മഹാസുരന്മാരാൽ, മഹാസുരൈഃ തൈഃ, മഹാസുരന്മാരായ അവരാൽ
മുക്താനി മോചിക്കപ്പെട്ടതായിട്ടുള്ള അസുരന്മാർ ഇങ്ങോട്ടും വസ്ത്രങ്ങൾ അയച്ചും കൊണ്ടിരുന്നു. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ അസ്ത്രങ്ങളെയെല്ലാം തന്നെ, ശസ്ത്രങ്ങളെയെല്ലാം തന്നെ, എല്ലാ ആയുധങ്ങളെയും തൈർ മുക്താനി ആ അസുരന്മാരാൽ മുക്തങ്ങളായ അയക്കപ്പെട്ടതായ എല്ലാ ശസ്ത്രങ്ങളെയും ആയുധങ്ങളെയും മഹാസ്ത്രാണി മഹാസ്ത്രങ്ങൾ കേമായിട്ടുള്ളതായിട്ടുള്ള മന്ത്രപൂരിതങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ എല്ലാം തന്നെ മുഖേന ജഗ്രാഹ വായുകൊണ്ട് സ്വീകരിച്ചു, വായിലാക്കിയതൊക്കെ അസ്ത്രങ്ങളൊക്കെ വന്നതൊക്കെ വായിലേക്ക് കിടത്തി എന്നാണ്. ഇനി ദശനൈഹി മഥിതാന്യപി എന്നിട്ടോ പല്ലുകൊണ്ട് പൊടിച്ചു, മഥിതമാക്കി ചവച്ച് പൊടിച്ചു എന്നാണ്. അസ്ത്രങ്ങളൊക്കെ വായിലാക്കിയിട്ട്, ശസ്ത്രങ്ങളെല്ലാം തന്നെ വായിലേക്കാക്കിയിട്ട് അതൊക്കെ പല്ലുകൊണ്ട് കടിച്ചു പൊളിച്ചു എന്നാണ്. ദശനൈഹി ദശനങ്ങളെ കൊണ്ട്, പല്ലുകൾ കൊണ്ട് മഥിതാനി മഥിതങ്ങളായി വധിക്കപ്പെട്ടു, പൊടിക്കപ്പെട്ടു. ബലിനാം തൽബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദ ഭക്ഷയച്ച അന്യാംശ്ചാതാടയ തഥാ. ബലിനാം തൽബലം സർവം അസുരാണാം ദുരാത്മാക്കളായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആ അസുരന്മാരുടെ ബലിനാം തദ്ബലം ബലികളായിട്ടുള്ള ബലശാലികളായിട്ടുള്ള അസുരന്മാരുടെ ആ ബലം മുഴുവൻ തന്നെ, തൽബലം ആ ബലം തന്നെ, ആ സൈന്യം തന്നെ, സൈന്യത്തെ മുഴുവനും ബലിനാം ബലികളായിട്ടുള്ള ദുരാത്മാക്കളുമായിട്ടുള്ള അസുരന്മാരുടെ തദ് സർവം ബലം ആ സർവമായിട്ടുള്ള ബലത്തെയും സൈന്യത്തെയും ആ മുഴുവനായിട്ടുള്ള സൈന്യത്തെയും മമർദ്ദ മർദ്ദിക്കുകയും ചെയ്തു, ഭക്ഷിക്കുകയും ചെയ്തു. പിന്നെ അന്യാംശ്ച അതാടയൽ തഥാ വേറെയുള്ളവരെ അടിച്ചു എന്നുള്ളതാണ്. തഥാ അപ്രകാരം തന്നെ അതാടയച്ച അന്യന്മാരെ താടിക്കുകയും ചെയ്തു, പ്രഹരിക്കുകയും ചെയ്തു. ഇനി അസിനാനിഹത കേചിത് കട്ടു താടിതാ ജഗ്മുർവിനാശമസുരാ ദന്താഭ്യഭിഹതാസ്തഥാ. ഇനി അസിനാനിഹത കേചിത് ചിലരെ വാളുകൊണ്ട് വെട്ടി കൊന്നു, വാളുകൊണ്ട് വെട്ടിയിട്ട് ചിലരെ വസിച്ചു എന്നാണ്. അസിനാ നിഹതാഹ അസി കൊണ്ട് വാളുകൊണ്ട് നിഹതന്മാരായി കൊല്ലപ്പെട്ടു ചിലർ. കേചിത് ഖട്വാംഗതാടിതാഹ വേറെ ചിലര് ഖട്വാംഗം കൊണ്ട് താടിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, അകരെ കൊന്നു വേറെ ചിലരെ. ഖട്വാംഗം എന്ന് പറഞ്ഞാൽ ഒരു ആയുധവിശേഷമാണ്, ദേവിയുടെ ഒരു ആയുധവിശേഷമാണ് ഖട്വാംഗം എന്നുള്ളത്. ആ ഖട്വാംഗം കൊണ്ട് വേറെ ചിലരെ വധിച്ചു. ജഗ്മുർ വിനാശം അസുരാഹ ഇങ്ങനെ അസുരന്മാരൊക്കെ നശിച്ചു എന്നാണ്. വിനാശത്തെ പ്രാപിച്ചു. ജഗ്മുഹു വിനാശം വിനാശത്തെ പ്രാപിച്ചു, ഗമിച്ചു, വിനാശത്തെ പ്രാപിച്ചു. അഭ്യാഭിഹതാ തഥാ അപ്രകാരം തന്നെ ദന്തം കൊണ്ട് പല്ലുകൊണ്ട് അഭിഹതന്മാരായിട്ട് പല്ലുകൊണ്ട് കടിച്ചിട്ട് വേറെ ചിലരെ വസിച്ചു എന്നാണ്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ തരത്തിൽ അസുരന്മാരെ വധിച്ചു എന്ന് പറയുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.